അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 4 മണി ചായക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിവട പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ലാസ്റ്റ് ചെന്നെത്തിയത് അവിൽ നനയ്ക്കുക എന്നുള്ളതിനാണ് കേട്ടോ. അങ്ങനെ അത് അവിൽ നനച്ചെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ശർക്കര തേങ്ങ ഇട്ടിട്ട് ഞാൻ അവിൽ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിക്കാണെങ്കിൽ പഴം ഇടുന്നത് തീരെ ഇഷ്ടമല്ല, ഏട്ടനാണെങ്കിൽ പഴം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിക്ക് ഇന്ന് പഴക്കം മാറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവിൽ നനച്ചെടുത്തപ്പോൾ ഞാൻ ശ്രീകുട്ടിയുടെ കാര്യം മറന്നുപോയി കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് അപ്പം തന്നെ മാറ്റി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ശ്രീകുട്ടിയുടെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പം ഇനി ഇതൊന്ന് പഴം മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ അവൾ കഴിച്ചോളും. അപ്പം അങ്ങനെ ഇതാ പഴമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് ചായ എത്ര നിർബന്ധമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ഗ്ലാസ് ചായയാണ് കൊടുക്കുന്നുള്ളൂ. അതന്നെ ചിലപ്പോൾ കുടിക്കുമോയെന്ന് അറിയില്ല. എന്തായാലും കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൊണ്ടേ കൊടുക്കട്ടെ. അവർ ടി വി കാണാണ്. അപ്പോൾ ശ്രീകുട്ടിയാണെന്ന് വെച്ചാൽ അവിടെ സർവേൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മർത്ത്. അപ്പോൾ അവൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. മാട്ടി വെച്ച ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ കണ്ട് വാങ്ങി വെച്ചിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ അവർക്ക് ചായ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കുടിക്കട്ടെ, പിന്നെ ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഏട്ടൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനെ കാത്തിരുന്നാൽ ശരിയാവില്ല. സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കാൻ വെച്ചിട്ട് ഞാനത് ചായ കുടിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിൽ നനച്ചതൊന്നും ചായടൊപ്പം കഴിക്കാനായിട്ട് തീരെ താല്പര്യമില്ല കേട്ടോ. മധുരമുള്ള ചായയും മധുരമുള്ള ഇതും, എനിക്ക് എരിവുള്ള എന്തെങ്കിലുമൊക്കെ സാധനത്തോടെ കേട്ടോ ചായടൊപ്പം കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയതല്ലേ, കുറച്ച് കഴിക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ടി വിയെ കണ്ടിരിക്കുമ്പോൾ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. എല്ലാവർക്കും ടാറ്റാ.